ക്രൈസ്തവരുടെ കുമ്പസാരം എന്ന പ്രക്രിയയെ, ക്രൈസ്തവരുടെ ഭാഷയിൽ കൂദാശയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില എപ്പിസോഡുകളും സിനിമയിലെ ചില ചിത്രീകരണങ്ങളും ചില പരസ്യ ചിത്രീകരണങ്ങളും കുമ്പസാരം എന്ന ഈ പ്രക്രിയയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കഴിഞ്ഞ ഒരു 10 കൊല്ലമായി കാണാവുന്നതാണ്. ഇപ്പോൾ റോമൻസ് എന്ന സിനിമയിലായാലും ഡാർവിൻ്റെ പരിണാമം എന്ന ആ സിനിമയിലായാലും ഒക്കെ കുമ്പസാരത്തെ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു വേദിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ അടുത്തയിടെ ചില റിട്ടയേർഡ് ജഡ്ജിമാരും റിട്ടയേർഡ് പ്രിൻസിപ്പൽമാരുമൊക്കെ കുമ്പസാരത്തെയും സന്യാസത്തെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടുള്ള പല പ്രസംഗങ്ങളും ഇന്ന് ലഭ്യമാണ്. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ആശീർവാദത്തോടു കൂടിയുള്ള ചില ചാനലുകൾ ക്രൈസ്തവ വിശ്വാസിയാകണമെങ്കിൽ ഹിന്ദു മതത്തെ തള്ളിപ്പറയേണ്ടത് അനിവാര്യതയാണെന്ന രീതിയിൽ പ്രസ്താവനകളും അനേകം എപ്പിസോഡുകളും നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് എസ്തർ ധനരാജ് എന്ന പേരിലുള്ള ചില പ്രഭാഷണ പരമ്പരകളിൽ നിനക്ക് ക്രൈസ്തവനാകണമോ ഹിന്ദു മതത്തെയും ഹിന്ദു സംസ്കാരത്തെയും തള്ളിക്കളയണം എന്ന അനേകം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിലെ പല ആചാരങ്ങളും ഹിന്ദുമതത്തെ പോഷിപ്പിക്കുന്നതാണോ അതോ ഹിന്ദുമതത്തെ എതിർക്കുന്നതാണോ, കുമ്പസാരം എന്ന ആ പ്രക്രിയയുടെ സാംസ്കാരിക വേരുകൾ എവിടെയൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതം തന്നെ പരിശോധിച്ചാൽ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് താങ്കളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ? അപ്പോൾ ആ നേരിട്ടുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം അതെ, എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികൾ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നത്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല ഞാൻ ക്രിസ്തു മതത്തിൽ തുടരുന്നത്. ആ ക്രിസ്തു മതത്തിൽ ഞാൻ തുടരുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായി എന്നെ നയിക്കുന്ന ചേതോവികാരം ഒരു ഹിന്ദുവിൻ്റേതായതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കുമ്പസാരം എന്ന കൂദാശയിലേക്കൊക്കെ ഞാൻ ആകൃഷ്ടനാകുന്നതിൻ്റെ ഒരു കാരണം വാൽമീകിയാണ്, മറ്റൊരു കാരണം സോക്രട്ടീസാണ്. അത് എന്താണ് വാൽമീകി എന്നെ സ്വാധീനിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് ഈ ഹിന്ദു മതത്തെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല അധികം മനസ്സിലാക്കുക, കഥകളിലൂടെയാണ്. ഈ യഥാർത്ഥത്തിൽ കഥ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സാരാംശം എന്നാണ്, മീനിങ്, അർത്ഥം. ചിലപ്പോൾ നമ്മൾ പറയാറില്ല ആ മനുഷ്യൻ പറയുന്നതിൽ ഒരു കഥയുമില്ല. അപ്പോൾ ഒരു കഥയുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ വളരെ ഏർലി ആയിട്ടുള്ള കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കുകയും സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ള കഥ അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് വാൽമീകിക്കുണ്ടായ മാനസാന്തരത്തെക്കുറിച്ചും വാൽമീകിയുടെ ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ്. വാൽമീകിയുടെ ചരിത്രം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും വിധിക്കാൻ എനിക്കറിയില്ല. കാരണം ഇതൊരു മിത്താണ്, ഇത് ഞാൻ കേട്ടതാണ്, അതൊരു കഥയാണ്, അതൊരു അർത്ഥമാണ്. എന്താണ് വാൽമീകിയുടെ പേര്? ഒറിജിനൽ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ ഒരു കാട്ടാളനായിരുന്നു. ഈ കാട്ടാളനായിരുന്ന രത്നാകരൻ ജനങ്ങളെ കൊള്ളയടിച്ചും കൊന്നും പൈസ ഉണ്ടാക്കിയിട്ടാണ് കുടുംബം ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയാണ്. ആ സന്യാസിയെ കണ്ടുമുട്ടിയപ്പോൾ ആ സന്യാസി അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് എന്നെ കൊല്ലുന്നത്? എന്താണ് നിനക്ക് മോഷ്ടിച്ചതുകൊണ്ട് നിനക്ക് സന്തോഷം ലഭിക്കുമോ? നീയല്ലേ ഇതിൻ്റെ ഉത്തരവാദി? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ കാട്ടാളനായിരുന്ന രത്നാകരൻ മറുപടി പറഞ്ഞു, എൻ്റെ കുടുംബം പോറ്റാനാണ് ഞാൻ ഈ മോഷണം നടത്തുന്നത്. ഈ മോഷ്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പങ്കുവെച്ച് തിന്നുന്നത് ഭാര്യയും മക്കളാണ്. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയുമാണ്. അപ്പോൾ സന്യാസി പറഞ്ഞു, താൻ മോഷ്ടിച്ചിട്ട് ഇത് ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് ഭാര്യ ഇത് ഭക്ഷിക്കുകയുള്ളൂ, അല്ലാതെ ഇതിനൊരു അനന്തരഫലമുണ്ടെങ്കിൽ ആ അനന്തരഫലത്തിലെ ഭാഗഭാഗിത്വം ഭാര്യ ഏറ്റെടുക്കില്ലേ, അതിൻ്റെ ഉത്തരവാദിത്തം താങ്കളുടേത് മാത്രമാണ്. ഇത് പറഞ്ഞപ്പോൾ രത്നാകരൻ പറഞ്ഞു സന്യാസിയോട്, അല്ല, അത് ഭാര്യ ഏറ്റെടുക്കും, എന്നാൽ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രത്നാകരൻ ഭാര്യയോട് പോയി ചോദിച്ചു,
ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ സൽഫലം നീ അനുഭവിക്കുന്നു, ഇതിൻ്റെ ദോഷഫലം വന്നാൽ നീ അത് അനുഭവിക്കുമോ, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ പകുതി നീ ഷെയർ ചെയ്യുമോ? അവൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന പൈസ മാത്രമേ ഞാൻ തിന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഞാൻ സ്വീകരിക്കില്ല എന്ന്. ഇത് കേട്ടപ്പോഴാണ് വാൽമീകിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാനസാന്തരം എന്ന പദം ക്രൈസ്തവരാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യ വെച്ചപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മാനസാന്തര കഥ എന്ന് പറയുന്നത് വാൽമീകിയുടേതാണ്. ഈ രത്നാകരൻ തിരിച്ചു വന്ന് സന്യാസിയോട് പറയും, സന്യാസി താങ്കൾ പറയുന്നത് ശരിയാണ്. എന്നിട്ട് അവസാനത്തെ ഒരു പ്രഖ്യാപനമുണ്ട് വാൽമീകിയുടെ. എന്താണ്? താൻ താൻ ചെയ്യും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം താൻ താൻ അനുഭവിക്കണം. അവനാൻ ചെയ്യുന്ന പ്രവൃത്തി സ്വർഗമായാലും നരകമായാലും അതിൻ്റെ ഉത്തരവാദി അവനവൻ തന്നെയാണ്. അപ്പോൾ ഒരുവൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കുന്ന ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് വാൽമീകി തൻ്റെ രാമായണം രചിക്കുന്നത്. അപ്പോൾ ഈ കഥ എന്നെ പഠിപ്പിച്ച പാഠം ഇതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിവേരെന്താണ്? ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിവേര് എന്ന് പറയുന്നത് ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്തം അവനവൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. അതിന് പകരം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിന് പകരം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിയുടെ ഫലമാണ് വികസനവും സമാധാനവും. അനീതി ചെയ്തുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. തിന്മ ചെയ്താൽ തിന്മ ഫലം വരും, നന്മ ചെയ്താൽ നന്മ ഫലം തരും. അപ്പം മാനസാന്തരത്തിൻ്റെയും തെറ്റ് ഏറ്റുപറയലിൻ്റെയും ആദ്യത്തെ ഒരു ഓർമ്മ മനുഷ്യവർഗത്തിനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യക്കാരനുള്ളത് വാൽമീകിയുടേതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പള്ളിയിൽ വെച്ച് ഞാൻ കേൾക്കുന്നത് കുമ്പസാരത്തിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം എന്താണ്? അവനവൻ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ഉത്തരവാദിത്തം അപ്പനോ അമ്മയോ നാട്ടുകാരോ അധ്യാപകരോ അല്ല, അവനവനാണെന്ന് ഏറ്റുപറയുന്ന പ്രക്രിയയാണ് ഒരു കുമ്പസാരത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് കുമ്പസാരത്തിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ മാത്രം ഉത്തരവാദിത്തം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം ആന്തരികമായി നടത്താനായിട്ട് വാൽമീകി പറഞ്ഞു തന്നത് ഇവിടെ പള്ളിയിൽ കേട്ടതുകൊണ്ട് മാത്രമാണോ ഞാൻ സ്വീകരിക്കുന്നത്? അല്ല. സോക്രട്ടീസിൻ്റെ ജീവിതത്തിലെ സോക്രട്ടീസിനെ വധിക്കാൻ കൊണ്ടുപോവാണ്. ഈ വധിക്കാനായിട്ട് പോകുന്നതിൻ്റെ മുൻപ് അദ്ദേഹത്തിൻ്റെ വളരെ സമ്പന്നനായ സുഹൃത്ത് ക്രീറ്റോ, ഒരു കൊച്ചു പുസ്തകമാണ്, അത് അവൈലബിളാണ് മാർക്കറ്റിൽ. ആ ക്രീറ്റോ എന്ന് പറയുന്ന സുഹൃത്ത് സോക്രട്ടീസിനോട് പറയാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുള്ളത് കൊണ്ട് താങ്കൾക്ക് വേണ്ടി ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് ഞാൻ താങ്കളെ മറ്റൊരു രാജ്യത്തിലേക്ക് കടത്താം, താങ്കളുടെ ഭാര്യനും മക്കളെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അപ്പോൾ താങ്കൾക്ക് അവിടെ പോയി സുഖമായി ജീവിക്കാം. അപ്പോൾ ആ ഒരു ക്രിറ്റോയും സോക്രട്ടീസുമായിട്ടുള്ള ഡയലോഗിൻ്റെ ഇടയിൽ സോക്രട്ടീസ് പറയുന്ന ഒരു ഉത്തരമുണ്ട്: അവനവനെ പരിശോധിക്കാൻ തയ്യാറാവുകയും അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരുവൻ മാത്രമാണ് എന്നെ പരിശോധിക്കുന്നത്. അങ്ങനെ എന്നെ പരിശോധിച്ച് തിരുത്താത്ത ഒരുവൻ്റെ ജീവിതത്തിൽ ഒരാളല്ല അവനെ പരിശോധിക്കുക, സമൂഹം മുഴുവനും അവനെ പരിശോധിക്കും. അതുകൊണ്ട് എന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനവളർച്ചാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങളാണ്: അവനവൻ്റെ ചിന്തയെയും അവനവൻ്റെ പ്രവൃത്തിയെയും അവനവൻ്റെ വാക്കിനെയും അവനവൻ തന്നെ പരിശോധിച്ച് വിധിക്കുക. അപ്പോൾ അവനവൻ തന്നെ പരിശോധിച്ച് വിധിച്ച് മെച്ചപ്പെട്ട അവസ്ഥ വരുന്നതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ സോക്രട്ടീസാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ് വാൽമീകി ചെയ്തത്. രത്നാകരൻ അത് ചെയ്തപ്പോഴാണ് വാൽമീകി ആയത് മനോഹരമായ ഒരു കാവ്യം നമ്മുടെ മുന്നിലേക്ക് അവതരിച്ചത്.
അപ്പോൾ ഇതാണ് സോക്രട്ടീസ് പറയണത്. അപ്പോൾ ഈ പ്രക്രിയയാണ് കുമ്പസാരത്തിൻ്റെ കത്തോലിക്കരുടെ പ്രാർത്ഥന പരിശോധിച്ചാൽ നമുക്ക് കാണാം. മനസ്സ വാച കർമ്മണ, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ആ തെറ്റിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ മാത്രം പിഴ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉന്നയിക്കപ്പെടും. ഇങ്ങനെ അപ്പോൾ ശരിക്കും കുമ്പസാരം എന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ സ്വയം വിലയിരുത്തിയിട്ട് മാറ്റാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ആ ഉത്തരവാദിത്തം ഏറ്റുപറയാനും ചെയ്യുന്ന ഒരു വേദിയാണ് കുമ്പസാരക്കൂട്. അതാണ് കുമ്പസാരം എന്ന പ്രക്രിയ. അപ്പോൾ ഇതിനെ കത്തോലിക്കരുടെ ഭാഷയിൽ വളരെ കൃത്യമായിട്ട് പറയും ആത്മശോധന ചെയ്യുക. അതിൻ്റെ യഥാർത്ഥ വാക്കാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. സ്വയകേന്ദ്രീകൃതമായി ചിന്തിക്കാതെ സ്വന്തം ചിന്തേനിൻ, സ്വന്തം വാക്കിനിൻ, സ്വന്തം പ്രവൃത്തിനും വിധിക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഇങ്ങനെ ഒരു കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് ഇത് ഏറ്റുപറയേണ്ട ആവശ്യം എന്താണ്? ആ ആവശ്യകത ഇപ്പോൾ യഹൂദ മതത്തിൻ്റെ പാരമ്പര്യത്തിൽ പരിശോധിച്ചാൽ അത്തരം ഒരു ആവശ്യകത അവർ പ്രൈവറ്റായിട്ട് പോയിട്ട് ഒരാളോട് പറയാറില്ല. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയായിരുന്നു. അവർ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ അവർ ചാക്കൊടുത്ത് ചാരം പൂശി അവർ ചെയ്യുന്ന പണി ഇതാണ്: ഞങ്ങളും ഞങ്ങളുടെ പിതാമഹന്മാരും പിതാവായ ദൈവമേ ഇന്ന തെറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം. അപ്പോൾ ഓരോ പ്രവാചക ഗ്രന്ഥങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കാണാം. ഇപ്പോൾ ദാനിയേൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ദാനിയേലിൻ്റെ ബുക്ക് വായിച്ചു നോക്കിയാൽ കാണാം, ഞാനും ഞങ്ങളും ഞങ്ങളുടെ പിതാമഹന്മാരും അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിനെ പരിഹാരം ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ യാതൊരു മാർഗവുമില്ല. ഞങ്ങൾക്ക് ബലി അർപ്പിക്കാനായിട്ട് ഒരു ബലിവസ്തു പോലുമില്ല. കാരണം അത്രമാത്രം തെറ്റാണ് ഞങ്ങളും ഞങ്ങളുടെ പിതാമഹന്മാരും അങ്ങയോട് ചെയ്തത്. അപ്പോൾ സത്യത്തിനെതിരെ പറയുന്ന, സത്യത്തിനെതിരെ ചെയ്യുന്ന, സത്യത്തിനെതിരെ ചിന്തിക്കുന്ന പ്രക്രിയയെ മനസ്സിലാക്കുകയും ഏറ്റുപറയുകയും പൊതുസമൂഹത്തിനോട് ആ തെറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നല്ല സമൂഹങ്ങൾക്കുണ്ട്. ആ പാരമ്പര്യം എന്തുകൊണ്ട് ഒരു സ്വകാര്യ കുമ്പസാരക്കൂടായിട്ട് മാറി? ഞാൻ ഇതിൻ്റെ കൂദാശപരമായ വശത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് പലപ്പോഴും പല കാര്യങ്ങളും പരസ്യമായിട്ട് തുറന്നു പറയാൻ പറ്റാത്തതുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയോട് പൊതുസമൂഹം വളരെ നിഷേധാത്മകമായി പെരുമാറും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുവന് എങ്ങനെയാണോ തുറന്നു പറയാനായിട്ട് കഴിയുക? ചില തെറ്റുകൾ വളരെ ഗോപ്യമായ തെറ്റുകളുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേരും തങ്ങളുടെ ബോധം കളയാനായിട്ട് സുബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മദ്യം കഴിച്ച് ജീവിതത്തെ മറക്കുന്നവരാണ്. അവർ ജീവിതത്തെ മറക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് വളരെ ആഴമേറിയ കുറ്റബോധമുള്ളവരാണ്. ആ കുറ്റബോധമുള്ള ഒരു മനുഷ്യൻ്റെ കഥ നിങ്ങളോട് പറയാം. അപ്പോൾ സ്വകാര്യമായിട്ട് ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ആ മനുഷ്യൻ്റെ കഥ? ആ മനുഷ്യൻ്റെ കഥ മറ്റൊന്നുമല്ല. അതായത് ദീർഘമായിട്ട് മദ്യപിക്കുകയും 24 മണിക്കൂർ മദ്യപിക്കുകയും അവസാനം ഭാര്യയുമായിട്ട് പിണങ്ങുകയും ഭാര്യയും മക്കളും ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ കുറ്റബോധം എവിടെ നിന്ന്? വളരെ ദീർഘ ദിവസങ്ങളിലൂടെയുള്ള സംഭാഷണത്തിൽ നിന്ന് കൃത്യമായതാണ്. എന്താണ് അദ്ദേഹം പറയാണ്? അദ്ദേഹത്തിനൊരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. എന്താണ്? കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് സ്വന്തം അമ്മയുമായിട്ടുള്ള ലൈംഗികതയാണ്. അപ്പോൾ സ്വന്തം അമ്മയുമായിട്ടുള്ള ലൈംഗികത സ്വപ്നം കാണുന്ന ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യന്, അത് കഴിഞ്ഞിറങ്ങുമ്പോണ്ടാകുന്ന, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള മനുഷ്യന്മാരുണ്ടോ? അത് ഗ്രീക്ക് മിത്തോളജിയിൽ തന്നെ നമുക്കറിയാം. ഈഡിപ്പസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈഡിപ്പസ് രാജാവിൻ്റെ. ആ ഈഡിപ്പസ് രാജാവിൻ്റെ കഥയെയാണ് പിന്നീട് ഫ്രോയിഡ് പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കിയത് ചില മനുഷ്യർക്കുള്ള ഒരു കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തന്നെ അവർ സ്വപ്നം കാണാണ്. എന്താണ്? അമ്മയുമായിട്ടുള്ള സെക്സ്. അത് എങ്ങനെയാണ് അത് വരുന്നത് എന്ന് ഫ്രോയിഡിനെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു മനുഷ്യൻ്റെ ഉദാഹരണമാണ് പറയുന്നത്, അനേകം പേരുടെ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്
അപ്പോൾ അവന് ഞാനൊരു വലിയ തെറ്റാണ് ചെയ്യുന്നത്, അവന് അമ്മോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അവന് ഭാര്യയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവന് അവൻ്റെ ജോലി സ്ഥലത്തെ ബാങ്കിൽ ജോലി ചെയ്യുന്ന കൂടെയുള്ള പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു മൈനർ പേഴ്സൻറ്റേജ് ആളുകളുടെ പ്രശ്നമാണ്, ഒരു പ്രശ്നം മനുഷ്യൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇല്ലാതാവുക? അതില്ലാതാവണമെങ്കിൽ അവന് ഒരു സ്വാന്തനം ലഭിക്കണം. എന്താണ് ചില അതിൻ്റെ കാരണം എന്താണ്, കാര്യം എന്താണ്, ഒന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ ആ സമയത്ത് ഒരു സ്വാന്തനം ലഭിക്കണം. ഇത് നീ ചെയ്യുന്ന ഒരു തെറ്റല്ല. മാത്രമല്ല അങ്ങനെ ചില സംഭവങ്ങളും മറ്റു കാരണങ്ങളാൽ നിന്നിൽ രൂപം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുന്നിൽ ആ ദൈവത്തിനറിയാം ഇതെങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഇത് പരസ്യമായിട്ട് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? ഈവൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും തുറന്നു പറയാനായിട്ട് മനുഷ്യന്മാർക്ക് മടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അനേകായിരം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. പുറത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി അവൻ്റെ ഉള്ളിൽ അവൻ സൃഷ്ടിച്ചിട്ടുള്ള തടവറയിൽ നിന്ന് മോചനം നേടാനായിട്ട് ഇന്ന് പൊതുസമൂഹം എന്ത് അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചുകുട്ടിക്കാലത്ത് കുട്ടികൾ ചെയ്തിട്ടുള്ള തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളൊക്കെ വലുതാകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അപ്പനെ തല്ലിയ ആൾക്കാരെ എനിക്കറിയാം, അപ്പനെ കൊല്ലാൻ വിഷം കൊടുത്ത ആൾക്കാരെ അറിയാം. അവരൊന്നും മരിച്ചു പോയില്ലേ. ഇനി അപ്പൻ്റെ സ്വത്ത് നശിപ്പിച്ചവരെ അറിയാം, കാമുകിയെ വഞ്ചിച്ച് പോയ മനുഷ്യന്മാരെ അറിയാം, കോപ്പിയടിച്ച് ജയിച്ച ആളുകളെ അറിയാം, അതുകൊണ്ട് അന്യായമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചവരെ അറിയാം. ഇവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാൽമീകിയെ പോലെയുള്ള ആളുകളുടെ ജീവചരിത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റാണല്ലോ എന്ന്. അപ്പോൾ ഇത്തരം തെറ്റുകളെ എങ്ങനെ കളയാം, അവർക്ക് എങ്ങനെയാണ് സ്വാന്തനമാകുക എന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ഘടനാപരമായ രൂപം നൽകുക മാത്രമാണ് കത്തോലിക്ക സഭ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പലരും അതിനെ ഈ സിനിമകളിലൂടെയും പൊതുസമൂഹം ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലൈംഗികത പറയാനുള്ള ഒരു വേദിയാണ് കുമ്പസാരക്കൂട് എന്ന രീതിയിൽ അതിനെ തകർത്തെറിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സ്വയം വിലയിരുത്താനും സ്വയം മാറ്റാനും ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനും അങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് സ്വതന്ത്രനാകാനും മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഞാൻ ചെയ്തതിന് പരിഹാരം നൽകുമെന്ന് പറയാനും ചെയ്ത തെറ്റിന് ആരോടൊക്കെയാണോ ചെയ്തത് അവരോടൊക്കെ മാപ്പ് ചോദിക്കാനുള്ള ഒരവസരമാണ് കുമ്പസാരക്കൂട്. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിനക്കെതിരെ തെറ്റ് ചെയ്തു പോയി, മനസ്സാ തെറ്റ് ചെയ്തു, വാചകത്തിൽ തെറ്റ് ചെയ്തു, പ്രവൃത്തിയിൽ തെറ്റ് ചെയ്തു, അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റേതാണ്, എൻ്റേതാണ്, എൻ്റേതാണ്. പിന്നെ പറയുന്നത് എന്താണെന്നറിയൂ? അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ നാട്ടുകാരെ, ഞാൻ നിങ്ങൾക്കെതിരെ തെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ദൈവത്തോട് നിങ്ങൾ പറയണം എൻ്റെ തെറ്റ് ക്ഷമിച്ചു തരാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ആരോടാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പറയണം. അതാണ് കുമ്പസാരത്തിൻ്റെ ഒരു ഭാഗം. പരിശുദ്ധ കന്യാമറിയത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? നമ്മുടെ ദൈവമായ കർത്താവിനോട് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ എന്ന്. അപ്പോൾ ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു ഭാഗം ഇതിനുള്ളത് കൊണ്ടാണ് ഈ കുമ്പസാരത്തെക്കുറിച്ച് ഈ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റബോധത്തെ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് മാക്ബത്ത്. ആ മാക്ബത്ത് എന്ന ഗ്രന്ഥത്തിൽ ലേഡി മാക്ബത്ത് കുറ്റബോധം കൊണ്ട് രാത്രി ഉറക്കം വരാതെ ഇരിക്കുകയാണ്. അണ്ട് ആ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലെ രക്തത്തിൻ്റെ മണം അറേബ്യയിലെ സകല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും മാച്ചാലും പോകുന്നില്ല. അപ്പോൾ ഷേക്സ്പിയർ ആ ഡോക്ടറിലൂടെ പറയുന്ന ഒരു വാചകം എന്താണെന്നറിയൂ? എൻ്റെ മോളെ, നിനക്ക് ആവശ്യം ഒരു വൈദ്യനെയല്ല, നിൻ്റെ രോഗം മാറ്റാൻ വൈദ്യനെ കൊണ്ട് പറ്റില്ല, ഒരു വൈദികനെയാണ് നിനക്കാവശ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബാറിൻ്റെ മുന്നിലും ബീവറേജസ് ഷാപ്പിൻ്റെ മുന്നിലും മയക്കുമരുന്നിൻ്റെ മുമ്പിലും
മനുഷ്യൻ എങ്ങനെയാണ് മറക്കേണ്ടത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടുന്നത്, സംഘം ചേർന്ന് ആക്രമിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ സംഘം ചേരുന്നത്? അത് നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യന് സ്വയം ഒളിക്കാൻ കൂടിയാണ്, ആൾക്കൂട്ടത്തിൽ ഒളിക്കാൻ. അതിനാണ് മനുഷ്യൻ പലപ്പോഴും ചില പാർട്ടികളുടെയും ചില സംഘങ്ങളുടെയും പിറകിൽ നിൽക്കുന്നത്. അവന് ഒറ്റയ്ക്ക് ഒരു അസ്തിത്വമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ വാൽമീകിയെ പോലെ ആത്മശോധന ചെയ്യണം, തെറ്റ് ഏറ്റുപറയണം. സോക്രട്ടീസിനെ പോലെ ആത്മശോധന ചെയ്യണം, തെറ്റ് വരുമ്പോൾ ആ ആത്മശോധന ചെയ്ത് ഡിസേൺ ചെയ്യണം, ഈ തെറ്റ് ഞാൻ ചെയ്യില്ല, മരിക്കേണ്ടി വന്നാൽ പോലും. അപ്പം മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഇനി തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള ആ സോക്രട്ടീസിൻ്റെ പ്രഖ്യാപനമാണ് ഓരോ കുമ്പസാരക്കൂടലും. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇത് ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ളതാണ്, ഇത് ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ളതാണ്. ഇത് മനുഷ്യവർഗത്തിൻ്റെ ബുദ്ധി വികസിക്കണമെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വിമർശിക്കലല്ല, അവനാണ് വിമർശിക്കുന്ന ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല അത് മനഃശാസ്ത്രപരമായി കുറ്റബോധത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. മാത്രമല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവത്തിൽ വളരാനുള്ള ക്രൈസ്തവൻ്റെ ഏക വഴിയാണ് കുമ്പസാരക്കൂട്. അതുകൊണ്ട് കുമ്പസാരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് സാധിക്കട്ടെ. കമൽ പാഷയെ പോലുള്ളവർ ഇത്തരം ഒരു പ്രക്രിയയുടെ ആ സൗഖ്യം അനുഭവിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് സ്വന്തം തെറ്റേറ്റു പറയാനുള്ള ഒരു സാധ്യത ലഭിക്കുകയാണെങ്കിൽ, യഥാർത്ഥ ചിന്ത, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, സ്വന്തം സമുദായത്തെയും മതത്തെയും വിമർശിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ലഭിക്കട്ടെ. അങ്ങനെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി ഇത്തരം ആളുകൾ നിലനിൽക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.